Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലോ ഓഫ് ഏജൻസിയിൽ പഠിക്കാനുള്ളത് ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജൻറ്റ്സ്, പല ടൈപ്പ് ഓഫ് ഏജൻസിനെ പറ്റി പഠിക്കണം. അത് കഴിഞ്ഞ് സ്കോപ്പ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഏജൻറ്റ്സ് അതോറിറ്റി, പിന്നെ പ്രിൻസിപ്പൽസ് ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഏജന്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാം ഏജൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ഓഫ് ദർ അതോറിറ്റി അതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അവർക്ക് എന്താണ് അതോറിറ്റി ഉള്ളത് അതിൻ്റെ ബേസിൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്പെഷ്യൽ ഏജൻ്റ് ആണ്. സ്പെഷ്യൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏജൻറ്റിനാണ് സ്പെഷ്യൽ ഏജൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുവാണ്. അപ്പോൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാന്നുള്ള അതോറിറ്റി മാത്രമേ അയാൾക്കുള്ളൂ അല്ലേ. പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഏജന്റ് അല്ല, അയാളത് അങ്ങനെ ഒരു അതോറിറ്റി ആക്കി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്പെഷ്യൽ ഏജന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ജനറൽ ഏജന്റ്. ജനറൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആക്ട്, അതിൻ്റെ കണക്റ്റഡ് കുറച്ച് ആക്ട്സ്, ഇപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് കുറച്ച് ആക്ട്സ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് നമ്മൾ ജനറൽ ഏജന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ബിസിനസ്സിലെ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഏജന്റ് എന്നുള്ള കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ട്സും പെർഫോം ചെയ്തിരിക്കണം അല്ലേ. ഔട്ട്സൈഡറുമായിട്ടുള്ള കോണ്ടാക്ട്സും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ മാനേജർ ആയിരിക്കും. അപ്പോൾ അതൊരു ജനറൽ ഏജന്റ് ആണ്. അതിന് യൂണിവേഴ്സൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ അവിടെ അൺലിമിറ്റഡ് അതോറിറ്റിയാണ്, എല്ലാ കാര്യത്തിലും അതോറിറ്റി ഉള്ള ഒരു ഏജന്റിനാണ് നമ്മൾ യൂണിവേഴ്സൽ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതോറിറ്റിയുടെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. സ്പെഷ്യൽ ഏജന്റ് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ, ജനറൽ ഏജന്റ് ഒരു പെർട്ടിക്കുലർ ഇവന്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്, യൂണിവേഴ്സൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് അതോറിറ്റി. അതിൻ്റെ നേച്ചർ ഓഫ് വർക്കിൻ്റെ ബേസിൽ നമുക്ക് ഏജൻസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ഓർ മെർക്കൻറ്റൈൽ ഏജന്റ്. മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബൈ ആൻഡ് സെൽ ഓഫ് ഗുഡ്സ്, കൺസൈൻമെന്റ് ഓഫ് ഗുഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് മെർക്കൻറ്റൈൽ ഏജന്റ് എന്ന് പറയുന്നത്. മെർക്കൻറ്റൈൽ ഏജന്റിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വണ് ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഗുഡ്സ് സെല് ചെയ്യാനുള്ള റൈറ്റ് ആണ് ഇരിക്കുന്നത്. അയാൾക്ക് ഗുഡ്സിന്റെ പൊസഷനും ഉണ്ടായിരിക്കും. അപ്പം അയാളുടെ കയ്യിൽ കുറച്ച് ഗുഡ്സ് നമ്മൾ കൊടുക്കുകയാണ്, അയാളത് സെയിൽ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഏജന്റിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് അയാൾക്ക് വേണമെങ്കിൽ സ്വന്തം പേരിൽ സെയിൽ ചെയ്യാം, ഹിസ് ഓൺ നെയിമിൽ സെയിൽ ചെയ്യാം. അതേപോലെ തന്നെ അയാൾക്ക് ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാം. ലീൻ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു പേയ്മെന്റ് കിട്ടാതിരിക്കുമ്പോൾ മറ്റേ ആളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആളുടെ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ആണ് ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൈസ തരാൻ ബാക്കിയുണ്ടെങ്കിൽ, പ്രിൻസിപ്പാൾ എന്തെങ്കിലും പൈസ തരാൻ ബാക്കിയുണ്ടെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെതായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ഗുഡ്സും നമുക്ക് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഓപ്ഷനർ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ലേലം വിളിക്കുക അല്ലേ. അപ്പോൾ ഒരു സാധനം നമ്മൾ ലേലം വിളിക്കാൻ വേണ്ടി പബ്ലിക്കിൽ ഓപ്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നതിനാണ് ഓപ്ഷനർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് സാധാരണ നമ്മൾ കമ്മീഷനാണ് കൊടുക്കുക. ഓപ്ഷൻ നടത്തിയ എമൗണ്ടിൻ്റെ മേലെ ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഓപ്ഷനറിന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പെർട്ടിക്കുലർ ലീനാണ്. അപ്പോൾ അയാൾക്ക് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ആ സാധനം പിടിച്ചു വെക്കാനുള്ള റൈറ്റ് മാത്രമേ ഒരു ഓപ്ഷനറിന് വരുന്നുള്ളൂ. ഇനി ബാക്കി നോക്കാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഏജൻസ് മെർക്കൻറ്റൈൽ ഏജന്റിന്റെ നെക്സ്റ്റ് വരുന്നതാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ആൻഡ് സെൽ ഓഫ് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. അയാളുടെ കയ്യിൽ പൊസഷൻ ഒന്നും കിട്ടുന്നില്ല, നമ്മൾ ഫാക്ടറിനെ പോലെ ഗുഡ്സിന്റെ പൊസഷൻ ഒന്നും കിട്ടുന്നില്ല. അയാൾക്കൊരു ബ്രോക്കറേജ് എമൗണ്ട് ആണ് കിട്ടുന്നത്. അയാൾ ബയറിനെ സെല്ലറിനെ മീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഈ ബ്രോക്കർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കമ്മീഷൻ ഏജന്റ് എന്ന് പറയുന്നത് ഏകദേശം ബ്രോക്കർ പോലെയാണ്. അയാൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ ആണ്. അപ്പോൾ കമ്മീഷന്റെ ബേസിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷന്റെ ബേസിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ഹിസ് പ്രിൻസിപ്പാളിന് വേണ്ടി പർച്ചേസ് ചെയ്യോ സെയിൽ ചെയ്യോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് കമ്മീഷൻ ഏജന്റ് എന്ന് പറയുന്നത്. ഇനി ഡെൽക്രെഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഏജന്റ് കം ഗ്യാരണ്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏജന്റ് മാത്രല്ല, അയാൾ ഡീൽ ചെയ്യുന്ന പേഴ്സണുമായിട്ട് പ്രിൻസിപ്പാളിനോടൊരു ഗ്യാരണ്ടി കൂടി കൊടുക്കുകയാണ്, അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തോളാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കൺസൈൻമെന്റിന്റെ കേസിൽ ഡെൽക്രെഡ് ഏജന്റ് വരുന്നുണ്ട്. അപ്പൊ ഡെൽക്രെഡ് ഏജന്റ് അല്ലെ ഡെൽക്രെഡ് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അയാൾക്ക്. അപ്പൊ ഇതിപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ
സെയിൽ ചെയ്തതിന് ശേഷം അവിടെ ബാഡ് ഡെപ്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു അഷ്വറൻസ് കൊടുക്കുവാണ്. ബാഡ് ഡെപ്സ് അഥവാ വരുവാണെങ്കിൽ ആ പേയ്മെന്റ് ഞാൻ തന്നോളാം, ഞാനത് ബിയർ ചെയ്തോളാം എന്നുള്ളൊരു ഒരു പ്രോമിസ് അവിടെ കൊടുക്കണം. അപ്പൊ അവിടെ ഒരു ഗ്യാരണ്ടി കൊടുക്കുവാണ് അല്ലെ, നമുക്ക് ബാഡ് ഡെപ്സ് വരുന്നില്ല എന്നുള്ള. അങ്ങനെ മറ്റേ പേഴ്സൺ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തു കൊള്ളാം എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് നമ്മൾ ഡെൽക്രയുടെ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഏജന്റ് മാത്രമല്ല ഗ്യാരണ്ടറും കൂടിയാണ്. അതിന്റെ ബാങ്കർ, നോർമലി ബാങ്കറും നമ്മൾ കസ്റ്റമറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ആണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ബാങ്കർ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എപ്പോഴൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടി ബൈ ആൻഡ് സെൽ ഓഫ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബില്ലൊക്കെ പേയ്മെന്റ് നടത്താൻ വേണ്ടി നമുക്ക് ബാങ്കിനെ ഏൽപ്പിക്കാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ബാങ്കർ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നോൺ മെർക്കൻഡൈൽ ഏജന്റ്, മെർക്കൻഡൈൽ ഏജന്റ് ആണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് 6 ഇനി നോൺ മെർക്കൻഡൈൽ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രാൻസാക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാത്ത പേഴ്സൺസ് ആണ്, അങ്ങനെയുള്ള ഏജന്റ്സ് ആണ്. അതിൽ ഫോർ എക്സാമ്പിൾ അറ്റോർണി അല്ലെങ്കിൽ സോളിസിറ്റർ, ഇൻഷുറൻസ് ഏജന്റ്, അങ്ങനെയുള്ള പേഴ്സൺസിനൊക്കെ നമുക്ക് നോൺ മെർക്കൻഡൈൽ ഏജന്റ് എന്ന് പറയാം. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജന്റ്സ്. നെക്സ്റ്റ് സ്കോപ്പ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഏജൻസ് അതോറിറ്റി. ഏജന്റിന്റെ അതോറിറ്റിയുടെ സ്കോപ്പ് എത്രയാണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി. ശരിക്കും അയാൾ എന്തിനാണ് ഏജന്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ അതോറിറ്റിയാണ് നമ്മൾ ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി എന്ന് പറയുന്നത്. അത് എക്സ്പ്രസ്ഡ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിട്ടൺ വേർഡ്സ് അല്ലെങ്കിൽ ഓറൽ വേർഡ്സ് ത്രൂ വരുന്നതാണ്, സ്പോക്കൺ വേർഡ്സ് ത്രൂ വരുന്നതാണ് എക്സ്പ്രസ്ഡ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്ഷൻ കാരണോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കേസിലെ അതോറിറ്റിയുമാണ് ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് വരുന്നത് ഒസ്റ്റൻസിബിൾ ഓർ അപ്പാരന്റ് അതോറിറ്റി. അപ്പാരന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളൊരു അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്, അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയാണ് അയാൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാളൊരു ബിസിനസ് മാനേജ് ചെയ്യാണ്, അപ്പം ആൾക്കാർ ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് അയാൾക്ക് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാനും അതേപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലേ, അതിനുള്ള അതോറിറ്റി ഉണ്ടെന്ന്. അതാണ് നമ്മൾ അപ്പാരന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ ഏജൻസ് അതോറിറ്റി ഇൻ എൻ എമർജൻസി. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏജന്റിന് വരുന്ന അതോറിറ്റിയാണ്. അതിപ്പോൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞോ ഇല്ലെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്. അപ്പോൾ ആ സമയത്ത് ഏജന്റ് എന്നുള്ള പേഴ്സൺ അല്ല, അവിടെ പ്രിൻസിപ്പളാണ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യുമോ അത് ചെയ്യാനുള്ള അവകാശം ഏജന്റിനുണ്ട്. ഇപ്പം ഏജന്റിന്റെ സ്വന്തം ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ ഏജന്റ് എന്ത് ചെയ്യുമായിരുന്നു, ആ രീതിയിൽ ചിന്തിക്കുക. എന്നിട്ട് ആ സർക്കംസ്റ്റൻസിൽ അയാൾ എന്ത് ചെയ്യുമോ അത് ചെയ്യാനുള്ള സെയിം അതോറിറ്റി ഏജന്റിനുണ്ട്. അപ്പം 3 ടൈപ്പ് ഓഫ് അതോറിറ്റി പറയുന്നത്, ആക്ച്വൽ ഓർ റിയൽ അതോറിറ്റി, ഒസ്റ്റൻസിബിൾ ഓർ അപ്പാരന്റ് അതോറിറ്റി, പിന്നെ ഏജൻസ് അതോറിറ്റി ഇൻ എൻ എമർജൻസി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പാൾസ് ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഏജന്റ്. ഏജന്റിന്റെ ഓരോ ആക്ടിന് പ്രിൻസിപ്പാളിന് എത്രത്തോളം ലയബിലിറ്റി വരുന്നുണ്ടെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ, ഏജന്റ് ആക്ടിങ് ഫോർ എ നെയിംഡ് പ്രിൻസിപ്പാൾ. നെയിംഡ് പ്രിൻസിപ്പാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏജന്റ് ഒരു തേർഡ് പേഴ്സണുമായിട്ട് കോൺട്രാക്ട് ഏർപ്പെടുന്ന സമയത്ത് ഏജന്റ് ആ തേർഡ് പേഴ്സണോട് ഡിസ്ക്ലോസ് ചെയ്യാണ്, എനിക്കൊരു പ്രിൻസിപ്പാൾ ഉണ്ട്, പ്രിൻസിപ്പാളിന്റെ പേര് ഇതാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നെയിംഡ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പ്രിൻസിപ്പാളിന് വരുന്ന എന്തൊക്കെയാണ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ എത്രത്തോളം ഏജന്റിന്റെ ആക്ടിന് ലയബിൾ ആണ്. അതിൽ ഫസ്റ്റ്, വെൻ ദ ഏജന്റ് ആക്ട്സ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. ഏജന്റിന് എന്താണ് അതോറിറ്റി പ്രിൻസിപ്പാൾ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഏജന്റിന്റെ എല്ലാ ആക്ട്സിനും പ്രിൻസിപ്പാൾ ലയബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാം പ്രിൻസിപ്പാൾ ചെയ്തതുപോലെ രീതിയിലാണ് അത് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, വെൻ ദ ഏജന്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി. പിന്നെ ഏജന്റ് അയാൾക്ക് കൊടുത്ത അതോറിറ്റിയെക്കാളും കൂടുതൽ ചെയ്യുവാണ്, എന്ന് വെച്ചാൽ അതിനെ എക്സീഡ് ചെയ്ത് വേറെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവിടെ 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്നാമത്തത്, ഈ ഏജന്റ് ചെയ്തിരിക്കുന്ന ആക്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, രണ്ടാമത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ ഏജന്റിന് കൊടുത്ത അതോറിറ്റിയിൽ ചെയ്ത ആക്ടിന് മാത്രം പ്രിൻസിപ്പൽ ലയബിൾ ആയിരിക്കും. ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അത് പ്രിൻസിപ്പാളിന് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാം, ആ ട്രാൻസാക്ഷൻ റെപ്യൂഡിയേറ്റ് ചെയ്യാന്ന് പറയാം. എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് പ്രിൻസിപ്പാളിനുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന പ്രിൻസിപ്പാൾ ബൗണ്ട് ബൈ നോട്ടീസ് ഗിവൺ ടു ഏജന്റ്. ഇനി പ്രിൻസിപ്പാൾ നോട്ടീസ്, ഏജന്റിന് എന്തെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിരിക്കുവാണ്, അത്
അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഏജന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രിൻസിപ്പാൾ ബൗണ്ട് ആയിരിക്കും. അത് പ്രിൻസിപ്പാളിന് കൊടുത്ത രീതിയിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഏജന്റ് ആരെങ്കിലും എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ആ കാര്യങ്ങൾക്കും പ്രിൻസിപ്പാൾ ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, പ്രിൻസിപ്പൾ ഈസ് ബൗണ്ട് ബൈ എസ്റ്റോപ്പൽ. ഇനിയിപ്പം നമ്മുടെ ഏജന്റ് അയാളുടെ സ്കോപ്പിനകത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രിൻസിപ്പൾ എന്തെങ്കിലും കാര്യം പറയുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രിൻസിപ്പളിന്റെ ആക്ഷൻ അങ്ങനെ തോന്നുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഏജന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രിൻസിപ്പൾ ലയബിൾ ആയിരിക്കും. എസ്റ്റോപ്പൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, പ്രിൻസിപ്പൾ ലയബിൾ ഫോർ മിസ് റെപ്രസെന്റേഷൻ ഓർ ഫ്രോഡ് ബൈ എൻ ഏജന്റ്. ഇനി ഒരു പ്രിൻസിപ്പൾ ഏജന്റ് എന്തെങ്കിലും മിസ്റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ ഫ്രോഡോ നടത്തുവാണ് അയാളുടെ കോഴ്സ് ഓഫ് ബിസിനസിന്റെ ഇടയിൽ, അയാൾക്ക് കൊടുത്തിരിക്കുന്ന അതോറിറ്റിയുടെ ഇടയിൽ അയാൾ എന്തെങ്കിലും മിസ്റെപ്രസെന്റേഷൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനും പ്രിൻസിപ്പൾ ലയബിൾ ആയിരിക്കും. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏജന്റ് ആക്ടിങ് ഫോർ എൻ അൺനെയിംഡ് പ്രിൻസിപ്പൾ. ഇവിടെ ഏജന്റ് പറയുകയാണ് ഞാനൊരു ഏജന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ ആ കോൺട്രാക്റ്റിന് പ്രിൻസിപ്പൾ ലയബിൾ ആയിരിക്കും. ഇനിയിപ്പം ഏജന്റ് ആണെന്ന് പറയുവാണ്, പക്ഷേ പ്രിൻസിപ്പളിന്റെ ഐഡന്റിറ്റി ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ ആ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. അപ്പം നോർമലി ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഏർപ്പെടുവാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ പ്രിൻസിപ്പാളിന്റെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്, എന്നിട്ടും അയാൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഏജന്റ് ആക്ടിങ് ഫോർ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. ഇനി ആ ഏജന്റ് പ്രിൻസിപ്പൾ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നേ ഇല്ല, അയാൾ ഏജന്റ് ആണെന്നേ പറയുന്നില്ല, അയാൾ എന്നിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ശരിക്കും അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇതിൽ ഓരോ പേഴ്സൺസിന്റെ എന്ന് വെച്ചാൽ അതിൽ ഓരോ പാർട്ടീസിന്റെ കോൺട്രാക്റ്റിൽ വരുന്ന ഓരോ പാർട്ടീസിന്റെ എത്ര പാർട്ടീസ് ഉണ്ടാവും അവിടെ? ശരിക്കും 3 പാർട്ടി ഉണ്ട് അല്ലേ. പ്രിൻസിപ്പാൾ ഉണ്ട്, ഏജന്റ് ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. അപ്പോൾ 3 പേരുടെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പാളിന്റെ പൊസിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ എൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ സബ്സിക്വന്റ്ലി ഡിസ്കവേർഡ് ഓർ ഇഫ് ഹി ഇന്റർവെൻസ്. ഇപ്പം പ്രിൻസിപ്പാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല, പക്ഷെ ആ പ്രിൻസിപ്പാൾ ഇടയിൽ വന്നിട്ട് അയാൾ സബ്സിക്വന്റ്ലി അയാൾ വരുവാണ്, അല്ലെങ്കിൽ അയാൾ കണ്ടുപിടിക്കുവാണ്, ഇങ്ങനെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കുവാണെങ്കിൽ ആ മൂന്നാമത്തെ ആൾക്ക് പ്രിൻസിപ്പാളിനെയോ ഏജന്റിനോ ആർക്കെതിരെ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം. അയാളുടെ ഇഷ്ടമാണ്. ഈ 2 പേർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏജന്റിന് മാത്രം അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് മാത്രം, ആ രീതിയിൽ തേർഡ് പേഴ്സണിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഏജന്റിന്റെ പൊസിഷനാണ് പറയുന്നത്. നമ്മൾ പ്രിൻസിപ്പാളിന്റെ പൊസിഷൻ പറഞ്ഞു അല്ലേ. പ്രിൻസിപ്പാൾ ഇടയിൽ വരുവാണെങ്കിൽ ആ തേർഡ് പേഴ്സൺ വേണമെങ്കിൽ പ്രിൻസിപ്പാളിനെ സ്യൂ ചെയ്യാം, അയാളുടെ ഡിസിഷനാണ്. ഇനി ഏജന്റിന്റെ പൊസിഷനാണ്. ഏജന്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിന്റെ അടുത്താണെങ്കിൽ അയാൾക്ക് ഏജന്റ് എന്നുള്ള രീതിയിൽ എല്ലാ റൈറ്റ്സും അയാൾക്ക് ക്ലെയിം ചെയ്യാം. പ്രിൻസിപ്പാളിന് അറിയാലോ ഇയാൾ ഏജന്റ് ആണെന്നുള്ള കാര്യം. ഇനി തേർഡ് പേഴ്സന്റെ കേസിലാണെങ്കിൽ അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും ആ കോൺട്രാക്റ്റിന്. അപ്പോൾ അയാളായിട്ട് എൻ്റർ ചെയ്ത ഒരു കോൺട്രാക്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ തേർഡ് പേഴ്സൺ അതിൻ്റെ കേസ് കൊടുക്കാം, എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പേഴ്സണ് ഇയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് പോലെ അവർ പേഴ്സണലി ലയബിൾ ആയിരിക്കും. ഇനി തേർഡ് പാർട്ടിയുടെ കേസാണ് പറയുന്നത്. തേർഡ് പാർട്ടി ആണെങ്കിൽ അയാൾക്കൊരു ചോയ്സ് ആണ്. അയാൾക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പാളിനെ സ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഏജന്റിനെ സ്യൂ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടുപേരെയും സ്യൂ ചെയ്യാം അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ്, ഇഫ് ദ പ്രിൻസിപ്പൽ ഡിസ്ക്ലോസസ് ഹിംസെൽഫ് ബിഫോർ ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ്. കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അയാൾ പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതുവരെ തേർഡ് പേഴ്സൺ അറിയില്ല അവിടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇടയിൽ വന്ന് പ്രിൻസിപ്പൾ ഉണ്ടെന്ന് അറിയുവാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഡിസ്ക്ലോസ് ചെയ്യാണ് അയാളെ തന്നെ, ഞാനാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് പറയുവാണെങ്കിൽ ആ തേർഡ് പേഴ്സണ് വേണമെങ്കിൽ ആ കോൺട്രാക്ട് ഫുൾഫില്ല് ചെയ്യുന്നതിന് ഒഴിഞ്ഞു മാറാം. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുവാണ് ഇയാളാണ് പ്രിൻസിപ്പൾ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു പ്രിൻസിപ്പാൾ ഇന്നയാളാണ് പ്രിൻസിപ്പാൾ എന്ന് അറിയുകയാണെങ്കിൽ ഞാൻ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യില്ലായിരുന്നു. പക്ഷെ അത് അറിയാതെ ഞാൻ ഏജന്റാണ് കോൺട്രാക്ട് നടത്തുന്ന ആളെന്ന് വിചാരിച്ച് ഞാൻ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കോൺട്രാക്ട് അതിൻ്റെ പെർഫോമൻസിന് മുന്നേ, അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടെന്ന് അറിയുമ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇനി ഇത് കോൺട്രാക്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് എനിക്ക് പറയാം. നെക്സ്റ്റ്, തേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം എ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ദ ഏജന്റ്. ഏജന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ റൈറ്റ് ടു സെറ്റ് ഓഫ് ചോദിക്കാം തേർഡ് പാർട്ടിക്ക്. ഇത്രയാണ് തേർഡ് പാർട്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷനാണ് പറഞ്ഞത്. ഒന്നാമത്തത് അൺനെയിംഡ് പ്രിൻസിപ്പൾ ആണ്, ഒന്നാമത്തെ നെയിംഡ് പ്രിൻസിപ്പൾ ആണ്, എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ ഉണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്തു, ഇന്നയാളാണ് പ്രിൻസിപ്പൾ എന്ന് ഡിസ്ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ അൺനെയിംഡ് പ്രിൻസിപ്പൾ ആണ്, പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത് ആരാണെന്ന് പറഞ്ഞില്ല. മൂന്നാമത്തത് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. 3 സിറ്റുവേഷനിലും പ്രിൻസിപ്പളിന്റെ ലയബിലിറ്റി നമ്മൾ പഠിച്ചു.
ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലോ ഓഫ് ഏജൻസിയിൽ പഠിക്കാനുള്ളത് ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഏജൻസ്, പല ടൈപ്പ് ഓഫ് ഏജൻസിനെ പറ്റി പഠിക്കണം. അത് കഴിഞ്ഞ് സ്കോപ്പ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഏജൻസ് അതോറിറ്റി, പിന്നെ പ്രിൻസിപ്പൾസ്, ലയബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഏജന്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം.